ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് പീരിയഡ്സിനെ പറ്റി പറയാനായിട്ടാണ്. പീരിയഡ്സിന്റെ നമ്മൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലോത്ത് ആണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മമാരും നമ്മുടെ അമ്മമ്മമാരും അവരൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും നമുക്ക് കണ്ടുവരാൻ പറ്റുന്നത് ഈ ക്ലോത്ത് ആണ്. കോട്ടന്റെ ക്ലോത്ത് ആണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ടത്തെ കാലത്ത് നമുക്ക് ഈ സാനിറ്ററി പാഡ്സ് ഒന്നും അവൈലബിൾ അല്ലാത്ത ഒരു കാറ്റഗറിയിൽ അവര് കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലോത്ത്സ് ആണ്. അപ്പോൾ അവരത് എങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർ നമുക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സാനിറ്ററി പാഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിലും പണ്ടത്തെ കാലത്ത് അതല്ലായിരുന്നു. ഒരു ക്ലോത്ത് ആണ് യൂസ് ചെയ്തത്. ക്ലോത്ത് അവർ നല്ലതുപോലെ ഒരു കോട്ടന്റെ ക്ലോത്ത് ആണ് അവർ എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് യൂസ് ചെയ്ത ക്ലോത്ത് ആയാലും നമുക്ക് എടുക്കാം. പക്ഷെ നമുക്കത് ഹൈജീൻ വേണം, നന്നായിട്ട് ക്ലീൻ ആക്കണം, നല്ല വൃത്തി വേണം. അങ്ങനത്തെ ഉള്ള ഡ്രസ്സ് ഒക്കെയാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. കോട്ടൺ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കല്ലാതെ പോളിസ്റ്റർ, നൈലോൺ, സിൽക്ക് അങ്ങനത്തെ ഒന്നും നമുക്ക് പറ്റത്തില്ല. തുണി എന്ന് പറഞ്ഞാൽ കോട്ടന്റെ തുണിയാണ് നമുക്ക് പറ്റിയതൊക്കെ നമുക്ക് ഇപ്പൊ കോട്ടന്റെ തുണിയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളൂ, അത് മൂവ് ആവില്ല. സിൽക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ദേഹത്ത് തന്നെ കോട്ടന്റെ ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് ഫീൽ ആവും. നമുക്ക് ഡ്രസ്സ് അങ്ങനെ തന്നെ കിടക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. കോട്ടൺ സാരി എങ്ങനെ നമ്മൾ അയനൊക്കെ ചെയ്ത് വെക്കുമ്പോൾ അതേപോലെ സ്റ്റിഫായിട്ട് നിൽക്കാറുണ്ടാണ്. ഇപ്പൊ ഓയിൽ സാരി അല്ലാത്ത സാരികളൊക്കെ ആണെങ്കിൽ നമ്മൾ പിൻ ചെയ്താൽ അപ്പൊ അവിടുന്ന് ഊരി വരും. അപ്പൊ അതേപോലെ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ കോട്ടന്റെ ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറ്. അപ്പൊ കോട്ടന്റെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഹൈജീൻ ആണ്. അപ്പൊ അത് സേഫ്റ്റി ആണോ എന്ന് ചോദിച്ചാൽ സേഫ്റ്റി ആണ്. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ അമ്മമാരൊക്കെ ഒത്തിരിയും പോകുന്നവർക്കോ കുറഞ്ഞു പോകുന്നവർക്കോ അന്നത്തെ കാലത്ത് എല്ലാവരും ക്ലോത്ത് യൂസ് ചെയ്തോണ്ടിരുന്നത്. ക്ലോത്ത് അവരിങ്ങനെ മടക്കി നമുക്കൊരു ഇപ്പൊ ഒരു ക്ലോത്ത് മാത്രമല്ല, 5-6 ക്ലോത്ത്സ് ആണ് അവർ ആ ഒരു പീരിയഡ് സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു ക്ലോത്ത് നമുക്ക് 3 to 4 days 4 times വരും. 3 to 4 times ആണ് അവർ യൂസ് ചെയ്തിട്ട് പിന്നെ അത് മാറ്റാറുണ്ട്. മാറ്റിയിട്ടാണ് അവർ അടുത്ത ക്ലോത്ത് വെക്കുന്നത്. അപ്പൊ ആ ക്ലോത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിന്റെ ബ്ലഡ് എല്ലാം കളഞ്ഞ് അത് നല്ല വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണം നമ്മളത് പിന്നെ റീയൂസ് ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് പല ക്ലോത്ത്സും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളങ്ങനെ റീയൂസ് ചെയ്യാം. നമുക്കിപ്പോ ഒരു ക്ലോത്ത് നമുക്ക് എത്ര തവണ യൂസ് ചെയ്യാമെന്ന് ഉള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. അപ്പൊ അത് എത്ര തവണ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരു ക്ലോത്ത് നമ്മൾ യൂസ് ചെയ്യുക. അതിപ്പോ ഉണങ്ങിയാലേ നമുക്ക് നല്ലപോലെ ക്ലീൻ ആയിട്ട് ഡ്രൈ ആവണം. ഡ്രൈ ആയാൽ മാത്രമാണ് നമുക്ക് ആ ക്ലോത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളൊരു ക്ലോത്ത് ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുത്ത ക്ലോത്ത് എടുക്കുമ്പോൾ നമ്മളിപ്പോ ആ ക്ലോത്ത് ഉണങ്ങിയില്ലെങ്കിൽ ഇപ്പൊ ഒരു പീരിയഡിൽ നമ്മളൊരു 2 to 3 times നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു തവണ വരുന്ന പീരിയഡ്സിൽ, ഒരു മന്ത്ലി വരുന്ന പീരിയഡ്സിൽ നമ്മൾ 2 to 3 പ്രാവശ്യമാണ് നമ്മൾ അത് ക്ലോത്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് റീയൂസബിൾ ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണ്. നമുക്കത് വാഷ് ചെയ്തിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 3 to 4 months വരെ നമുക്കത് നല്ല നീറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കുക ഇപ്പൊ ക്ലോത്തിനൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നൊക്കെ പലരും മനസ്സിൽ വിചാരിക്കുക. ക്ലോത്ത് ഇപ്പൊ പാഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ, ഇത്രയും തവണ യൂസ് ചെയ്യാൻ പറ്റും. ക്ലോത്ത് എന്ന് വെച്ചാൽ ഹൈജീൻ ആണ്. നമ്മളുടെ അണ്ടർ ആംസ് നമ്മുടെ അടിയിൽ നമ്മളെപ്പോഴും സേഫ് ആയിട്ടും ക്ലീൻ ആയിട്ടും വെക്കുക. നമ്മൾ ഒരിക്കലും വൃത്തികേടായിട്ട് നമ്മൾ സൂക്ഷിക്കരുത്. നമ്മൾ എപ്പോഴും നീറ്റ് ആയിട്ടിരിക്കണം. ക്ലോത്ത് ആയാൽ പോലും നമ്മൾ നല്ലപോലെ വാഷ് ചെയ്യണം. നമുക്ക് ഓരോരുത്തർ അതിന് വേണ്ടിയിട്ട് ലിക്വിഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഡെറ്റോൾ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് ഹൈജീനിന് ഓക്കെ ആവും. ഓരോരുത്തർക്ക് ഡെറ്റോൾ പറ്റത്തില്ല, അങ്ങനത്തെ ഒക്കെ നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അതൊന്നും യൂസ് ചെയ്യരുത്. നമുക്ക് ഡെറ്റോൾ പറ്റിയില്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കത് യൂസ് ചെയ്യരുത്. ഇപ്പൊ എല്ലാവരും മെയിൻ ആയിട്ട് സാനിറ്ററി പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ക്ലോത്ത് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെയും ചിലവർ യൂസ് ചെയ്യുന്നവരും ഉണ്ട്, ഇപ്പോഴും ക്ലോത്ത് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. ക്ലോത്ത് നമുക്ക് സേഫ്റ്റി ആണ്, നമുക്കൊരു പ്രശ്നം വരത്തില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ക്ലോത്ത് യൂസ് ചെയ്യുന്നതിന് അത്രയേറെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ക്ലോത്ത് വെക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷനും സഫോക്കേഷനും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. നടക്കുമ്പോഴൊക്കെ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ. ഇപ്പൊ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് ക്ലോത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമുക്ക് വീട്ടിൽ അപ്പം തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇപ്പൊ പുറത്തൊക്കെ പോവാം, കോളേജിൽ പോവാം, സ്കൂളിൽ പോവാണെങ്കിൽ നമുക്ക് ക്ലോത്ത് എന്തായാലും പറ്റത്തില്ല. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ സാനിറ്ററി പാഡ്സ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്കൂളൊക്കെയാണ്, സ്കൂളിൽ തന്നെ കാണുമല്ലോ, നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ കാണും. അപ്പൊ നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വീടുകളിലാണെങ്കിൽ നമുക്കത്
പണ്ടത്തെ തറവാട് വീടുകളിൽ കൂടുതലും അവർ ക്ലോത്ത് ആണ് യൂസ് ചെയ്യുന്നത്. ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ തുണി കൂടുതലും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ക്ലോത്ത് ആണ്, നല്ല കോട്ടന്റെ ക്ലോത്ത് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഓരോരുത്തരൊക്കെ സാരി എടുക്കുക, കോട്ടൺ സാരീസ്, അപ്പൊ അതൊക്കെ അവർ സേഫ് ആയിട്ട് എടുത്ത് വെക്കുക, ഇങ്ങനെ പീരിയഡ്സിന്റെ സമയത്തൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ക്ലോത്ത് നമുക്ക് എന്നിട്ട് അത് അവസാനം അത് കത്തിച്ച് കളയാറാ പതിവ്. ക്ലോത്ത് നമ്മളിങ്ങനെ ബേൺ ചെയ്ത് കളയും. അപ്പൊ നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല. ഇപ്പൊ പാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ മണ്ണിലൊക്കെ നമ്മൾ കുഴിച്ചിടല്ലേ പതിവ്. അപ്പൊ നമുക്കത് ക്ലോത്ത് ആണെങ്കിൽ നമുക്കത് കത്തിച്ച് കളയാം. അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലത്ത് അമ്മമാരും നമ്മുടെ അമ്മൂമ്മമാരും ഒക്കെ യൂസ് ചെയ്തിരുന്ന ഒരിതാണ് ക്ലോത്ത്. ക്ലോത്ത് നമുക്ക് അത്രയും സേഫ്റ്റി ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സേഫ്റ്റി ആണ്, നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ പക്ഷേ ഓരോരുത്തരും ഹൈജീൻ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാനിറ്ററി പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ക്ലോത്തിനെ പറ്റി ചെറുതായിട്ടാണ് പറഞ്ഞത്. ഇനി ക്ലോത്തിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, ഉടനെ തന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പൊ അതിന്റെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പാർട്ട് വൺ ഇതാണ്. പാർട്ട് ടു ഞാൻ എന്തായാലും ഉടനെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അത് ക്ലോത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഞാൻ പറയാം, കൂടുതലായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ പ്രൊട്ടക്ഷൻ ആണ്, സേഫ്റ്റി ആണ്, എന്തൊക്കെ നമ്മൾ ചെക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതാക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട്, ഇവര് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇടുന്നത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും യൂസ്ഫുൾ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു.